എന്റെ ജവാൻ, എന്നെന്നും ഈ സുൽത്താൻ നഗറിന്റെ അഭിമാന ചിഹ്നമായ നീ വേഗം ഒരു പന്തല് റെഡിയാക്കണം. പന്തല് റെഡിയാക്കുക. എന്റെ പൊന്ന് മേജർ സാറേ, എന്തിനാ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നേ? എതിരാളികൾ മഴക്കാലത്തും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഡിസംബർ മാസമല്ലേ മേജർ സാറേ? ഒരു പട്ടാളക്കാരൻ എപ്പോഴും എന്തിനും റെഡിയായിരിക്കണം. മേജർ സാർ, നിങ്ങളുടെ മുഖത്ത് കാക്ക കാഷ്ടിച്ചല്ലോ. ടോമി ടാങ്, പന്തൽ പണി നിർത്ത്. എന്നിട്ട് ആ എതിരാളിയെ അറ്റാക്ക് ചെയ്യാൻ നോക്ക്. കൊള്ളാലോ ഗുരു, എനിക്കും പറക്കണം. എനിക്ക് ഒരു പക്ഷിയെ പോലെ സന്തോഷമായിട്ട് പറന്നു നടക്കണം. എടാ എന്റെ പൊന്നു പോലെ ഇങ്ങനെയൊന്നും പറയല്ലേ. ആ ദൈവം നമുക്ക് കാല് തന്നിരിക്കുന്നത് നടക്കാൻ വേണ്ടിയാണ്. പിന്നെ പക്ഷികൾക്ക് ചിറവ് കൊടുത്തിട്ടുള്ളത് പറക്കാൻ വേണ്ടിയാണ്. പക്ഷികൾ ഒരിക്കലും മനുഷ്യരെ പോലെ ആകാൻ കഴിയില്ല, അതുപോലെ മനുഷ്യരും ഒരിക്കലും പക്ഷിയെ പോലെ മാറാൻ കഴിയില്ല. എന്റെ പോലെ മനസ്സിലായോ? ഞാൻ എന്തായാലും പറക്കും ഗുരു. ഒരു പക്ഷിയായി ഞാൻ സന്തോഷമായിട്ട് ഇവിടെയെല്ലാം പറന്നു നടക്കും. പോലെ ജവാൻ, നിർത്തുന്നുണ്ടോ നിന്റെ ഓട്ടം? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഈ ലോണിൽ വെച്ച് കോർട്ട് മാർഷൽ ചെയ്തു കളയും. നോക്കിക്കോ. വേണ്ട 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 മേജർ സാറേ, കോർട്ട് മാർഷൽ ചെയ്തു കളയല്ലേ ഞങ്ങളെ. അവൻ ഇനി പറക്കില്ല. അങ്ങക്ക് ഞാൻ വാക്ക് തരാം. ഈ ബോലയെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. എനിക്കിന്ന് പറന്നേ മതിയാവൂ. വേണ്ട പോലെ. എടാ നീ എന്തായി കാണിക്കുന്നത്? ഞാൻ പറക്കുന്നുണ്ട്, കണ്ടോ? ഇല്ല ഗുരു, ഞാൻ താഴേക്ക് വീഴാണ്. നിനക്ക് പറക്കാൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാണെങ്കിൽ ഈ സുൽത്താൻ നഗറിലെ ഫ്ലൈറ്റിൽ കയറി പറക്ക്. നമസ്കാരം. സുൽത്താൻ നഗറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനാണ് നിങ്ങളുടെ പൈലറ്റ്. അല്ല, നിങ്ങൾ എല്ലാവരും പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജവാൻ, ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെല്ലൂ. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. പ്ലെയിനിൽ ഞാൻ ചെയ്യാം ദേശം ദേശം. പൈലറ്റ്, നീ ഇവിടെ നിന്ന് വണ്ടി എടുക്ക്. സൂം. ഈ പ്ലെയിനിൽ ഞാൻ പാട്ട് പാടും. ഞാൻ നിന്നെ വെടിവെച്ച് തെറിപ്പിക്കുന്നതായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടാൽ. എടാ മൈക്കിൾ ലാൽ ജയകൃഷ്ണ, എന്റെ പ്രിയപ്പെട്ട ശത്രുവേ, നീ നിന്റെ ജീവിതത്തിൽ നിനക്കറിയാവുന്ന പണി ഒരിക്കലും ചെയ്യില്ലെന്നാണോ? ഓ ആശാനേ, ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പണി ഇദ്ദേഹം ചെയ്യാൻ പോയി. പക്ഷെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കാരണം പണി ചെയ്യാൻ പോയപ്പോ പണി മറന്നുപോയി. ഇനി നീ എന്റെ കൺമുന്നിൽ കണ്ടു പോകരുത്. ശരി ശരി, പ്ലീസ് നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് പ്ലെയിനുള്ളിലേക്ക് കയറൂ. ഞാനാണ് നഴ്സ് സുയിമുയി, നിങ്ങളുടെ പാർട്ട് ടൈം എയർ ഹോസ്റ്റസ്. ഫ്ലൈറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിക്കൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു. ആകാശത്ത് പറക്കണമെന്ന നിന്റെ ആഗ്രഹം പൂവണിഞ്ഞു. ഇപ്പോൾ എല്ലാവരും സീറ്റിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യണം, അതായത് സീറ്റ് ബെൽറ്റ്. ഫ്ലൈറ്റിൽ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പിക്ചർ കാണിക്കുന്നതായിരിക്കും. പക്ഷേ അതെല്ലാം മെഡിക്കൽ ഓപ്പറേഷന്റെ വീഡിയോസ് ആയിരിക്കും. ആരെങ്കിലും പ്ലെയിനകത്ത് ഓപ്പറേഷൻ കാണുമോ? കഴിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് ആഹാരം വേണം, ആഹാരം വേണം, ആഹാരം വേണം. ഓ എന്റെ ആശാനേ, ഇദ്ദേഹത്തിന് ആഹാരം കൊടുക്ക, അല്ലെങ്കിൽ ഇദ്ദേഹം പാട്ട് പാടി നമ്മുടെ മനസമാധാനം കെടുത്തും. ഞങ്ങളാണ് ഹസ്ലി റോളി ജോഡി. ഇതാ പിടിച്ചോ നൂഡിൽസ് ചില്ലി.
എന്റെ ഗുരു കണ്ടോ, സുൽത്താൻ നഗർ വളരെ ചെറുതായിക്കൊണ്ടിരിക്കുക. എടാ അങ്ങനെ അല്ല, സുൽത്താൻ നഗർ ഒരിക്കലും ചെറുതാകത്തില്ലടാ. പക്ഷേ നമ്മൾ ഉയർന്നു പോവുകയാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലെയിനിൽ നമുക്ക് ത്രോ ബോൾ കളിച്ചാലോ? എടാ എന്റെ പോലെ ഇതൊക്കെ നിലത്ത് കളിക്കേണ്ടതാണ്. നമ്മളിപ്പോ ആകാശത്തല്ലേടാ. തറയിൽ നമ്മൾ എന്നും കളിക്കുന്നതല്ലേ, ഇന്ന് നമുക്കപ്പോ വിമാനത്തിലിരുന്ന് കളിക്കാം. നല്ല ഐഡിയയാണ് ബോലേ. വാ നമുക്ക് കളിക്കാം. You see, the force of the muscle creates the tension in the beluda oblongates of the brain to cause the reflective action of the hampering of the nerves to disconnect the path of the blood in action. എന്റെ പൊന്ന് ഡോക്ടർ സാറേ, മനസ്സിലാവുന്ന പോലെ പറ. അതായത് ഇനി പൈലറ്റിന് ബോധം തെളിയില്ല. എടാ ഈ ഫ്ലൈറ്റ് അല്ലു അർജുനെ പോലെ കളിക്കുകയാണല്ലോ ഡാൻസ്. ഇനിയിപ്പോ നമുക്ക് കിട്ടത്തില്ല രക്ഷപ്പെടാനുള്ള ചാൻസ്. ഗുരു ഇനി എന്താ സംഭവിക്കുക? പൈലറ്റ് ബോധം കിട്ടു, എന്നാലോ ഈ പ്ലെയിനിന് എങ്ങോട്ടാ പോകേണ്ടെന്ന് ഒരു ബോധവും ഇല്ല. ഈ പ്ലെയിൻ എങ്ങനെയെങ്കിലും ഓടിക്കണമായിരുന്നു. അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. എടാ എം ചെയ്ത് എന്തൊരു നോൺസെൻസ്. ആര് തന്നു നിനക്ക് ഫ്ലൈറ്റ് പറപ്പിക്കാനുള്ള ലൈസൻസ്? ലൈസൻസ് ഇല്ലാതെ കാർ ഓടിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാതെ പ്ലെയിൻ ഓടിക്കുന്നതിൽ തെറ്റില്ല. ഓ ആശാനെ, കളിപ്പാട്ട പ്ലെയിന് പോലും അങ്ങേക്കൊണ്ട് ഓടിക്കാൻ കഴിയില്ല, പിന്നെ ഇതെങ്ങനെ സാധിക്കും? എന്റെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്ക്. ഔ, ഔ. ഔ. ഓടിക്കോ. ബഹുമാനപ്പെട്ട യാത്രക്കാരെ, ഞങ്ങൾ പോവുകയാണ് ഇവിടെന്ന് ഉടനെ. നിങ്ങളെല്ലാം പൊട്ടിത്തെറിക്കും സഡനെ. ഡിഷം ഡിഷം. ബൈ ബൈ. എടാ പോലെ ഗുരു എന്തെങ്കിലും ചെയ്യൂ, ഈ പ്ലെയിൻ ആ മലയിൽ ഇടിക്കാൻ പോവാണ്. എടാ എന്റെ പൊന്നു പോലെ, പ്ലെയിൻ ആ പർവ്വതത്തിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്ട. മെല്ലെ മെല്ലെ. എന്ത് ചെയ്യും? ആഹാ, തകതിം താളം കൊട്ടി പാടി ഗുരു പോലെ ആടി. हम ना हिम्मत हारेंगे, हम तो बाजी मारेंगे, आसमान से धरती पर अपना प्लेन उतारेंगे. हम ना हिम्मत हारेंगे, हम तो बाजी मारेंगे. कोई भी मुश्किल आए, कितनी भी आफत लाए, अरे पर्वत भी जो टकराए तो लौट के वो वापस जाए. हम ना हिम्मत हारेंगे, हम तो बाजी मारेंगे, आसमान से धरती पर अपना प्लेन उतारेंगे. എടാ എന്റെ പോലെ, നീ ഒരു സംഭവമാണ്. അല്ല ഗുരു, നിങ്ങളുടെ പാട്ടാണ് ഇതെല്ലാം ചെയ്തത്.
പിന്നെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാൽ ശരിക്കും ഒരു കലക്ക് കലക്കും. ഏ, ഏ.